നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ ഒന്ന് രണ്ട് സിനിമകളുടെ അപ്ഡേറ്റുകൾ ഒന്നിച്ച് ഒരു വീഡിയോയുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയാണ്. എനിക്ക് തോന്നുന്നു ഇതൊരു നല്ലൊരു ഐഡിയ ആയിരുന്നു എന്ന് തോന്നുന്നു. ഏതോ ഒരു നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമുക്ക് ഈ ഒരു ഐഡിയ നിർദ്ദേശിച്ചത്. അത് ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കും അത് നല്ല ഒരു സംഭവമായിട്ട് തോന്നി. കാരണം പല സിനിമകളുടെയും വീഡിയോസ് നമ്മുടെ കയ്യിൽ നിന്ന് അധികം അങ്ങോട്ട് റീച്ച് ആവത്തില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് തുടക്കം തൊട്ടേ നമ്മൾ മോഹൻലാൽ മമ്മൂട്ടിയുടെയും അല്ലെങ്കിൽ അതുപോലെ ഹൈപ്പുള്ള സിനിമകളുടെയും മാത്രം അപ്ഡേറ്റുകളാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വന്നിരിക്കുന്ന ആളുകളോ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആളുകളോ എല്ലാം തന്നെ ആ രീതിയിലുള്ള വീഡിയോകൾ പ്രതീക്ഷിച്ചായിരിക്കും ഇവിടെ വരിക. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളൊരു കുഞ്ചാക്കോവിന്റെ സിനിമയുടെ ഒരു അപ്ഡേറ്റ് ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു നടന്റെ ഒരു അപ്ഡേറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ജനങ്ങളിലേക്ക് എത്തില്ല. ചിലപ്പോൾ അതൊരു വലിയൊരു വാർത്തയായിരിക്കാം എന്നിരുന്നാൽ പോലും. അപ്പോൾ അതിനെ കവർ ചെയ്യാൻ ഈ ഒരു സംഭവം കൊണ്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ ഇത്രയും പറയാൻ കാരണം നമ്മുടെ വീഡിയോയിൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നതിൽ ഒരു സബ്ജക്ട് എന്ന് പറയുന്നത് മാർക്കോ എന്ന് പറയുന്ന സിനിമയെ കുറിച്ചുള്ള സബ്ജക്റ്റാണ്. ഇതല്ല എന്നുണ്ടെങ്കിൽ അത് ഒറ്റയ്ക്കിട്ട് കഴിഞ്ഞാൽ ആരും കാണത്തില്ല എന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാം. കൂടെ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് രണ്ട് സിനിമകളാണ്. ഒന്ന് റാം എന്ന് പറയുന്ന മോഹൻലാലിന്റെ വലിയ പ്രതീക്ഷയിൽ മോഹൻലാൽ ആരാധകർ ഒരു കാലം വരെ ചിന്തിച്ചിരുന്ന ഒരു സിനിമ. ഇന്ന് അതിന്റെ ഗതി എന്താണെന്നുള്ളത് ഇന്ന് നമ്മൾ സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചും ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനിയും അധികം ഡയലോഗ് അടിച്ച സമയം കളയാതെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ചെറിയ ഒരു റിക്വസ്റ്റ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ നേരെ കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് ആദ്യം തന്നെ നമുക്ക് മാർക്കോ എന്ന് പറയുന്ന സിനിമയുടെ കാര്യത്തിലേക്ക് കിടക്കാം. മാർക്കോന്റെ ബുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഈ 20-ാം തീയതി ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. വലിയ ഹൈപ്പും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട്. 30 കോടിയോളം ബഡ്ജറ്റിൽ വരുന്ന ഉണ്ണിമുകുന്ദന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ബഡ്ജറ്റിൽ ഒരുക്കുന്ന ഒരു സിനിമയാണ്. ഇതിനു മുമ്പ് സാമ്രാജ്യം 2 എന്ന് പറയുന്ന ഒരു ദുരന്തമായിരുന്നു. ഇതിനു മുമ്പ് ഒരു 20 കോടിക്ക് മുകളിൽ ഉണ്ണിമുകുന്ദൻ നായകനായിട്ട് വന്ന ബഡ്ജറ്റിലുള്ള ഒരു സിനിമ. എന്ത് തന്നെയാലും അതിനേക്കാളൊക്കെ മികച്ച ഒരു പ്രതീക്ഷ തന്നെ ഈ സിനിമയ്ക്കുണ്ട്. അല്ലെങ്കിൽ അതേപോലുള്ള ഹൈപ്പ് കയറ്റിയെടുക്കാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ അതിനൊത്ത ബുക്കിംഗ് തിയേറ്ററുകളിൽ കാണുന്നില്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അതായത് ചിത്രത്തിന് ഹൈപ്പ് ഉണ്ടോ എന്ന് വെച്ചാൽ വലിയ ഹൈപ്പുണ്ട്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വരാനിരിക്കുന്ന സിനിമകളുടെ ലിസ്റ്റിൽ 1-ാം സ്ഥാനത്ത് എത്താൻ മാർക്കോയ്ക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ ബുക്കിംഗ് കാണുമ്പോൾ വളരെ ശോകമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് ഈ ഓൺലൈൻ പുഴുക്കളായിട്ടുള്ള വ്യക്തികളാണ് ഇതിനകത്ത് വലിയ ഇൻട്രസ്റ്റിംഗ് കൊടുക്കുന്നത്. എന്നാൽ അവർക്ക് തിയേറ്ററിൽ പോയി കാണാനുള്ള സെറ്റപ്പ് ഉണ്ടാവില്ല. മിക്കവാറും ഇതൊക്കെ ഒരു 8-10 വയസ്സുള്ള അല്ലെങ്കിൽ 8-10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന പിള്ളേരായിരിക്കും ഈ കയറി നിന്നിട്ട് ലൈക്കും കമന്റും ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ ബുക്കിംഗിൽ അത് ഫലിക്കേണ്ടതായിരുന്നു. അല്ലെങ്കിൽ മിനിമം ഒരു ഇത്രയും ദിവസത്തിനുള്ളിൽ മിനിമം ഒരു 50% ബുക്കിംഗ് എങ്കിലും ഫില്ലാവേണ്ടതായിരുന്നു. ഇത് അങ്ങനെയൊന്നും കാണുന്നില്ല. എനിക്ക് തോന്നുന്നത് അത്ര വലിയ കാര്യമായിട്ട് ഒരു ബുക്കിംഗ് ഹൗസ്ഫുൾ ഷോസ് ഒന്നും ഫസ്റ്റ് ഷോയ്ക്ക് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനുശേഷം പടത്തിന്റെ റെസ്പോൺസ് ഒക്കെ കിട്ടിയതിന് ശേഷം മാത്രമായിരിക്കും പടം ഹിറ്റാവോ പരാജയപ്പെടുമോ എന്നുള്ളത് അറിയാൻ സാധിക്കുക. എന്ത് തന്നെയാലും ഒരു ആവറേജ് അഭിപ്രായം കിട്ടിയാൽ പോലും ഒരു നൈറ്റ് ഷോസോട് കൂടി തന്നെ ഹൗസ്ഫുൾ ഷോസ് കേരളത്തിൽ നിറയ്ക്കാനുള്ള ഹൈപ്പ് സിനിമ കയറ്റിയെടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മോശം എന്നുള്ള അഭിപ്രായം അല്ലാതെ ഒരു പോസിറ്റീവ്, ഒരു എബവ് ആവറേജ് പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയാൽ പടം നല്ല രീതിയിൽ കളക്ഷൻ നേടുമെന്നുള്ളതും പറയേണ്ടതുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ്, അതൊരു പക്ഷേ ഇന്നലെ നിങ്ങൾ അറിഞ്ഞു കാണുന്ന ഒരു വാർത്തയായിരിക്കും. ചിത്രത്തിന്റെ 8 മിനിറ്റ് 20 സെക്കൻഡോളം ടൈം സെൻസർ ബോർഡ് കട്ട് ചെയ്യാൻ നിർബന്ധിച്ചുവെന്നും അതിനുശേഷം അതിന് പകരമായിട്ട് വേറെ സീനുകൾ ആഡ് ചെയ്യേണ്ടി വന്നുവെന്നും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഇന്നലെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് സർട്ടിഫിക്കറ്റ് കിട്ടിയ ചിത്രമാണ്, എന്നിട്ട് പോലും അത്രയും വലിയ ഒരു കട്ടിങ് അതിനകത്ത് നടത്തേണ്ടി വന്നു എന്ന് പറയുമ്പോൾ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു തീവ്രത അല്ലെങ്കിൽ ക്രൈമിന്റെ തീവ്രത എത്രത്തോളം ഉണ്ടാകും എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. 8 മിനിറ്റ് 20 സെക്കൻഡ് എന്ന് പറയുന്നത് വലിയ ഒരു ടൈമാണ് ഒരു സിനിമയെ സംബന്ധിച്ച്. അപ്പോൾ അത്രയും സമയം അതിൽ നിന്ന് കട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ നല്ലതാണ് എന്നുണ്ടെങ്കിൽ വളരെയധികം പോസിറ്റീവ് കിട്ടാൻ സാധ്യതയുള്ള ക്രൈം രംഗങ്ങളായിരിക്കും. എന്നാൽ മോശമാണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ട്രോൾ കിട്ടാൻ പോകുന്നതും ഈ ഒരു ക്രൈമിന്റെ പേരിൽ തന്നെയായിരിക്കും. എന്തിനേലും ആ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് പടം റിലീസ് ചെയ്തിട്ട് പറയാൻ സാധിക്കും. തീർച്ചയായിട്ടും റിവ്യൂ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നതായിരിക്കും. അടുത്തത് റാം എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ആണ്. റാം എന്ന് പറയുന്ന സിനിമ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോഹൻലാൽ ആരാധകർ വളരെയധികം പ്രതീക്ഷയോടെ ഒരു കാലത്ത് കാത്തിരുന്ന ഒരു സിനിമയാണ്. എന്നാൽ പിന്നീട് ആ പ്രതീക്ഷ വളരെയധികം നിറമങ്ങിപ്പോയി. പല കാരണങ്ങളുണ്ട് സിനിമ
നിന്നു പോകാനായിട്ട്, നിങ്ങൾക്കറിയാം കൊറോണ ടൈമിൽ ഷൂട്ടിംഗ് തുടങ്ങി പിന്നീട് അത് നിന്നു പോകുന്നു, പിന്നീട് പൂർണ്ണമായിട്ടും അതേ രീതിയിൽ ചെയ്യാൻ പറ്റാതെ ആവുന്ന സമയത്ത് രണ്ടാക്കി പടത്തെ, അതായത് 2 പാർട്ടാക്കി വിഭജിച്ചുകൊണ്ട് ഷൂട്ടിംഗ് നടത്താൻ പ്ലാൻ ചെയ്യുന്നു. പിന്നീടും അത് പകുതി വെച്ച് നിന്നു പോകുന്നു. ഓരോ കഥാപാത്രങ്ങളുടെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുന്നതിനെ പറ്റി സിനിമയുടെ സംവിധായകൻ തന്നെ രംഗത്ത് വന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ പല ഘട്ടങ്ങളുണ്ട്. മോഹൻലാൽ, തൃഷ ഇവരൊക്കെ അഭിനയിക്കുന്നതാണ്. ഇവരുടെയൊക്കെ ഡേറ്റ് ഒന്നിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. പല ഘടകങ്ങളും ഈ സിനിമ നീണ്ടുപോകുന്നതിനായിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും അവസാനത്തെ ഇന്റർവ്യൂവിൽ ജിത്തു ജോസഫ് ഈ സിനിമയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളെല്ലാവരും തയ്യാറാണ്, ഇനി അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത് അതിന്റെ നിർമ്മാതാവ് ആണ് എന്നുള്ളത്. 2 നിർമ്മാതാക്കളാണ് സിനിമയ്ക്കുള്ളത്. ആന്റണി പെരുമ്പാവൂരൊന്നും കൈകടത്താതെ ബുദ്ധിപരമായിട്ട് തലയൂരിയ ഒരു ചിത്രം കൂടിയാണ് ഇത് എന്നുള്ളത് മറക്കാതിരിക്കുക. കാരണം അങ്ങനെ പറയാൻ കാരണം മോഹൻലാലിന്റെ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ഒരു 25 കൊല്ലത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ഹിറ്റായിട്ടുള്ള സിനിമകൾ നോക്കുമ്പോൾ അത് നിർമ്മിച്ചിരിക്കുന്നത് 99% ആന്റണി പെരുമ്പാവൂരാണ്. പുള്ളി വേണ്ടെന്ന് വെച്ച് തള്ളിക്കളഞ്ഞ സിനിമകളിൽ 1-2 സിനിമകൾ മാത്രമാണ് ഹിറ്റായിട്ടുള്ളൂ എന്നുള്ളതും കൂടി ഇവിടെ എടുത്ത് സൂചിപ്പിക്കേണ്ടതാണ്. അപ്പോൾ ഇത് ആന്റണി പെരുമ്പാവൂർ ബുദ്ധിപരമായിട്ട് തല ഊരിയതാണോ എന്ന് അറിയത്തില്ല. എന്തിനേലും ഈ ചിത്രം നിന്നുപോയി ഇരിക്കുന്നു. വലിയ കാര്യമായിട്ടുള്ള ഒരു ഫണ്ട് അവിടെ ബ്ലോക്കായി കിടക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും നിർമ്മാതാക്കൾ ഇതിനകത്ത് മുൻകൈ എടുക്കണം എന്ന് തന്നെയാണ് പറയേണ്ടത്. ഒരു പക്ഷേ ഫണ്ടിന്റെ അഭാവതയാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണമാവാം. എന്ത് തന്നെയായാലും സിനിമ നിന്നു പോയിരിക്കുന്നതിന് ഇനി ഉത്തരവാദി നിർമ്മാതാക്കൾ തന്നെയാണ് എന്നുള്ള രീതിയിലാണ് ജിത്തു ജോസഫ് ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞ് നിർത്തിയിരിക്കുന്നത്. എന്താവുന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. അടുത്തത് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന മമ്മൂട്ടി നായകനായിട്ട് വരാൻ പോകുന്ന ചിത്രത്തെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ്. വളരെ അധികം നെഗറ്റീവ് കിട്ടിയ ഒരു ടീസർ ആയിരുന്നു ഈ സിനിമയുടേത്. അത് നെഗറ്റീവ് കണ്ടവരെല്ലാവരും തന്നെ നെഗറ്റീവാണ് പറഞ്ഞത്. ഈ നെഗറ്റീവ് പറഞ്ഞവരുടെ അടിയിൽ വന്നിട്ട് അതിനെ പോസിറ്റീവാക്കി മാറ്റാൻ വേണ്ടി കമന്റ് പറഞ്ഞവന്മാരെ തെറി വിളിക്കുന്ന കുറച്ച് ഫാൻസുകാരെ കണ്ടതൊഴിച്ചാൽ വേറെ ആരും തന്നെ ഈ സിനിമയെക്കുറിച്ച്, ഈ ടീസറിനെ കുറിച്ച് പോസിറ്റീവ് പറഞ്ഞായിട്ട് കേൾക്കുന്നില്ല. അതിനെ ന്യായീകരിച്ചുകൊണ്ട് നമ്മുടെ സുരേഷ് ഗോപിയുടെ മോനൊക്കെ വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ട് കാണും. എന്ത് തന്നെയാലും ഇപ്പോൾ ആ സിനിമയുടെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കിട്ടാനുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അതിന്റെ സംഭാഷണമാണ്. സിംഗ് സൗണ്ട് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സിംഗ് സൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. സംസാരിക്കുന്ന സമയത്ത്, സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സംസാരിക്കുമ്പോൾ തന്നെ അത് റെക്കോർഡ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് സിംഗ് സൗണ്ട് എന്ന് പറയുന്നത്. മലയാളത്തിൽ അത്ര കാര്യമായിട്ട് അത് കാണാത്ത ഒരു സംഭവമാണ്. എന്നാൽ തമിഴിൽ ഉൾപ്പെടെ ബാക്കി എല്ലാ ഭാഷകളിലും ഇന്ന് വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. ഒരു 10 കൊല്ലം മുമ്പ് ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ വിദൂരമായിരുന്ന ആ ഒരു സംഭവം ഇന്ന് ഇന്ത്യൻ സിനിമയിൽ കോമൺ ആണ്. പക്ഷെ മലയാളത്തിൽ അത്ര കോമൺ അല്ല എന്നാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ മലയാളത്തിൽ വന്ന സിനിമകൾക്കെല്ലാം തന്നെ ഈ ഒരു കംപ്ലൈന്റ് എല്ലാവരും പറഞ്ഞിരുന്നു, സൗണ്ട് അത്ര ക്ലിയർ അല്ല എന്നുള്ളത്. ആക്ച്വലി അതാണ് റിയൽ സൗണ്ട് എന്നുള്ളത് മറ്റൊരു സംഭവം. പക്ഷെ ഈ സിനിമയുടെ ടീസറിലെ സൗണ്ടിനെ കുറിച്ച് വളരെയധികം മോശമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ കവർ ചെയ്യാൻ വേണ്ടി ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഡബ്ബിംഗ് പൂർണ്ണമായിട്ടും നടത്തി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. മമ്മൂട്ടിയുടെ ഡബ്ബിംഗ് പൂർത്തിയായി എന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ആ ഒരു തീരുമാനം ഗംഭീരമായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എല്ലാ സിനിമകൾക്കും കയറി സിംഗ് സൗണ്ട് ചെയ്യേണ്ട കാര്യമില്ല. അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിനിമകൾക്ക് മാത്രം സിംഗ് സൗണ്ട് ചെയ്താൽ മതി എന്നാണ് എനിക്ക് എന്റെ അഭിപ്രായത്തിൽ പറയാനുള്ളത്. പല സിനിമകൾക്കും അങ്ങനെ ഒരു നെഗറ്റീവ് കേട്ടത് നിങ്ങൾ തന്നെ ഓർക്കുന്നുണ്ടാവും, മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയൊക്കെ ഉൾപ്പെടെയുള്ളവരുടെ സിനിമകൾക്ക്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.